ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ബസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? വെറുതെ ഒന്നും പറയില്ലല്ലോ. കക്ഷി ആരാണെന്ന് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലെ? നമ്മുടെ ഷിംജിത വൈറലാകാൻ വേണ്ടി ബസ്സിനകത്ത് വീഡിയോ എടുത്ത് ഒരു പാവം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും ജീവനും ഇല്ലാതാക്കിയ ഷിംജിതയാണ്. അപ്പൊ എന്തായാലും ഇവളെ ഇന്ന് കസ്റ്റഡിയിലേക്ക്, അതായത് പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവളെ കസ്റ്റഡിയിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്തായാലും വൈദ്യപരിശോധന നടത്തണമല്ലോ. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ബസ്സിൽ ശരിക്കും ലൈംഗികാതിക്രമം നേരിട്ടോ എന്ന് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ഒന്നുമില്ലാതെ ഒന്നും വെറുതെ ഒന്നും പറയില്ലല്ലോ എന്ന്. ഇപ്പോഴും അവൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ആ ദീപക് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ ഇവളെ ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവള് പറയുന്നത്. ആ ഒരു മനുഷ്യൻ മരിച്ച് മണ്ണോട് മണ്ണായി, എന്നിട്ടും ഇവൾ ആ ഒരു കള്ളത്തരം, പച്ചക്കള്ളം അവൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ വെറുതെ ഒന്നും അല്ലല്ലോ ഇവള് ജയിലിൽ കിടക്കുന്നത്. ഇവള് ചെയ്ത തെറ്റ് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇവള് ജാമ്യം പോലും കിട്ടാതെ ജയിലിനകത്ത് കിടക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഇവള് ജീവിതകാലം മുഴുവൻ ആ ഒരു ജയിലിൽ കിടന്ന് നരകിച്ച് തന്നെ ഇവളുടെ ജീവിതവും ജീവനും എല്ലാം തീരണം.